എടാ ഫസ്റ്റ് അലോട്ട്മെന്റും സെക്കൻഡ് അലോട്ട്മെന്റ് തേർഡ് അലോട്ട്മെന്റിൽ കിട്ടാത്ത കുട്ടികൾ നിങ്ങൾക്കാണ് വീഡിയോ നിർബന്ധമായും അവസാനം വരെ കാണാം. എന്തൊക്കെയാണ് പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതായത് നമ്മൾ സപ്ലിമെന്ററി അലോട്ട്മെന്റ് നിങ്ങൾ കേട്ടിരുന്നു അല്ലേ? എന്താണ് സപ്ലിമെന്ററിൽ ആർക്കാണ് കൊടുക്കാൻ സാധിക്കുക? ഇതുവരെ അപേക്ഷിക്കുവാൻ കഴിയാത്തവർക്ക്, അതായത് ചില പല കാരണങ്ങൾ കൊണ്ട് അപേക്ഷിക്കാൻ ഡേറ്റിന് അവർക്ക് അപേക്ഷിക്കാൻ കഴിഞ്ഞില്ല. രണ്ടാമത്തെ ആൾക്കാരാ സപ്ലിമെന്ററി അലോട്ട്മെന്റിനായി പുതിയ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. മുഖ്യഘട്ടത്തിൽ തെറ്റായ വിവരങ്ങൾ നൽകിയത് മൂലവും ഓപ്ഷനുകൾ നൽകാത്തതിനാലും അലോട്ട്മെന്റിന് പരിഗണിക്കാത്ത അപേക്ഷകർക്കും സപ്ലിമെന്ററി ഘട്ടത്തിൽ പുതിയ അപേക്ഷകൾ അല്ലെങ്കിൽ നിലവിലുള്ള അപേക്ഷകൾ പുതുക്കി സമർപ്പിക്കാവുന്നതാണ്. അതായത് ഇത്രയും കാലമായിട്ട് ഒരു അലോട്ട്മെന്റിലും തങ്ങളെ പരിഗണിച്ചിട്ടില്ല, അല്ലെങ്കിൽ അലോട്ട്മെന്റ് കിട്ടിയിട്ടില്ല, ഇതുവരെ കൊടുക്കാൻ സാധിച്ചില്ല, പല തെറ്റുകൾ കാരണം അലോട്ട്മെന്റ് പുറത്തായി പോയി. ഈ ആളുകൾ 3 കാറ്റഗറി ആളുകൾ കൃത്യമായി ശ്രദ്ധിച്ചോ. ഇനി ഒരു തെറ്റും വരുത്താതെ നിങ്ങൾ എന്ത് ചെയ്യുക? ആദ്യം മുതൽ സപ്ലിമെന്ററി അലോട്ട്മെന്റിന് നിങ്ങൾ അപേക്ഷിക്കുക. റെഡി? അടുത്ത അതുപോലെ തന്നെ പിന്നെ മുഖ്യഘട്ടത്തിൽ അപേക്ഷിച്ചും അലോട്ട്മെന്റ് ലഭിക്കാത്തവർക്ക് സപ്ലിമെന്റ് അലോട്ട്മെന്റിനായി പ്രസിദ്ധീകരിക്കുന്ന ഒഴിവുകളിലേക്ക് പരിഗണിക്കുന്നതിന് അപേക്ഷ പുതുക്കി നൽകാം. മുഖ്യഘട്ടത്തിൽ അലോട്ട്മെന്റ് ലഭിച്ചിട്ടും തെറ്റായ വിവരങ്ങൾ അപേക്ഷയിൽ ഉൾപ്പെട്ടതിനാൽ പ്രവേശനം നിരാകരിക്കപ്പെട്ടവർക്കും ഈ അവസരത്തിൽ തെറ്റുതിരുത്തി അപേക്ഷ പുതുക്കി സമർപ്പിക്കാവുന്നതാണ്. തുടർ അലോട്ട്മെന്റുകളുടെ വേക്കൻസിയും നോട്ടിഫിക്കേഷനും മുഖ്യ പ്രവേശന സമയം പരിധിക്ക് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതാണ്. അപ്പം ബാക്കി ഡീറ്റെയിൽസും ഡേറ്റ് ഒന്നും വന്നില്ല. മിക്കവാറും ജൂൺ 18 ശേഷമായിരിക്കും ഈ പറയുന്ന നിങ്ങളുടെ ഈ സപ്ലിമെന്ററി അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടി പോകുന്നത്. എന്തായാലും ഈ ജൂൺ മാസം കഴിയുന്നതോടുകൂടി സപ്ലിമെന്ററി അലോട്ട്മെന്റ് റിസൾട്ടും വരും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ സപ്ലിമെന്ററി കിട്ടാത്ത ആളുകൾ അയ്യോ എനിക്ക് കിട്ടിയില്ല, എൻ്റെ അമ്മയെന്നൊന്ന് പറഞ്ഞ് നിങ്ങൾ ടെൻഷൻ ആവുന്നത്, നിങ്ങൾ കൂളായിട്ടിരിക്കും. സപ്ലിമെന്ററി അലോട്ട്മെന്റ് കൂടി വരാനുണ്ട്, അതിൽ നിങ്ങൾക്ക് കിട്ടും എന്ന പ്രതീക്ഷയിലിരിക്കുക. സോ കിട്ടാത്തവർക്ക് നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, സമാധാനത്തിലിരിക്കുക. എന്തായാലും ജൂൺ 18 തേർഡ് അലോട്ട്മെന്റ് കംപ്ലീറ്റ് ആയി. സ്കൂളുകൾ അല്ലെങ്കിൽ പ്രവേശനോത്സവം എന്നൊക്കെ പറയുമ്പോൾ അതൊരു പ്രോസസ്സാണ്, അല്ലാതെ ക്ലാസ്സും സ്റ്റാർട്ട് ചെയ്യുന്നില്ല. നിങ്ങളെല്ലാവരും സ്കൂളിലൊക്കെ എത്തിയിട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കാം. അപ്പോൾ സപ്ലിമെന്റ് അലോട്ട്മെന്റ് വരാണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങളുടെ ഫ്രണ്ട്സിന് എജുപോർട്ടിന്റെ ചാനൽ പരിചയപ്പെടുത്തി കൊടുക്കാനും മറക്കരുത്. സോ ഓൾ ദി ബെസ്റ്റ്.